നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അപ്പൊ ഇന്നലെ കണ്ട എന്താണ് വേൾഡ് കപ്പിന്റെ ഫൈനല്? എന്താ കാര്യം? ഒരു ടീം കളിക്കുക, മറ്റേ ടീം എങ്ങനെയെങ്കിലും അങ്ങ് 90 മിനിറ്റ് ആക്കിയാൽ മതി. അതോ അത് ഞാനല്ല. ഇത്രയും മോശമായ ഒരു ഫൈനൽ മത്സരം കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എക്സ്ട്രാ ടൈം കിടന്നാൽ മതി എന്ന് മറ്റിൽ നിൽക്കുക. ജയിക്കാനായി ഒരു ടീമെ കളിച്ചോണ്ടു. അവർ ജയിച്ചു, അവർ കപ്പം കൊണ്ടുപോയി. സ്വാഭാവികം. 120 മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിയാതെ പോയതിൽ വലിയ നിരാശയാണ് അർജന്റീനയുടെ ആരാധകർക്ക്. അതെ, തോറ്റുപോയി. തോറ്റാലും അർജന്റീനയോടുള്ള ഇഷ്ടത്തിന് മാറ്റം വരുത്തതില്ല. ഫൈനലിലെ അർജന്റീൻ താരങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ പരക്കെ വിമർശനം. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഫൈനൽ വിസിലിന് ശേഷവും സ്പാനിഷ് ടീം അംഗങ്ങളുമായി അർജന്റീന താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ കിരീടം ഉയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ പുറംതിരിഞ്ഞ് നിന്നാണ് രോഷം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലും വട്ടപൂജ്യമായിരുന്നു ഫൈനലിലെ അർജന്റീന. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കളി കഴിഞ്ഞതും സ്പാനിഷ് സംഘവുമായി അർജന്റീനിയൻ താരങ്ങൾ കൊമ്പുകോർത്തു. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നെഞ്ചിൽ പിടിച്ചു തള്ളി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നല്ല സുഖം. പിന്നാലെ ഒട്ടാമെന്റി എത്തി റോഡ്രിയോട് കയർത്തു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. നിന്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ല എന്നായിരുന്നു ഒട്ടാമെന്റിയുടെ പരിഹാസ ചോദ്യം. പട്ടി തെണ്ടി ചെറ്റെ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നീയൊക്കെ പഠിച്ചോവറായി. ഇനി തമ്മിൽ കാണുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല.